അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ സിമ്പിളായിട്ട് മസാല ദോശ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിപ്പം ദോശമാവാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് ദോശമാവ് എടുക്കാവുന്നതേ ഉള്ളൂ. സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടുന്ന മസാലയാണ് തയ്യാറാക്കേണ്ടത്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2 സ്പൂൺ പരിപ്പുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണോളം ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാനിപ്പം ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം സവോളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴണ്ട് പോകേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇത്രയും പൊടികളെ നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചേക്കുന്നതാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി അത് നന്നായിട്ട് പൊടികളൊക്കെ ആയിട്ടൊന്ന് മിക്സ് ആവണം. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങിന് ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പിട്ടത്. ഇനി ആ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂൺ വെള്ളം, അത്രയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട്, ഇനി ആ വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കണം, ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താലേ ദോശ ഒന്ന് മുരിഞ്ഞ് വരുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ദോശ ഒന്ന് മടക്കിയെടുത്താൽ മതി. അപ്പം ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളതൊന്ന് മടക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ
നമ്മുടെ കയ്യിലുള്ള ദോശമാവ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന മസാല ദോശ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി എത്തിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.